லாங்குவேஜோட இருக்கிற இன்ட்ரெஸ்ட் வெறுமனையாகாதம் பொண்ணுக்கு நல்ல ஒன்னாந்திரம் பாஷையில எழுதி வச்சிருக்கா நஸ்ரானி காதலனோட ஒளிச்சோடி போறான்னு. ലാസ്റ്റിൽ എഴുതിയിരിക്കാ മാപ്പ് ശപിക്കக்கூடாதுன்னு. ശപിക്കக்கூடாது പോലും இந்த ജന്മം മുഴുവൻ ശപിച്ചാലും തീരാതെ. അവൻ ഇറങ്ങി പോവോ അവൻ നമ്മൾ ഇറങ്ങി പോണോ? ഞാൻ ആരുടെ ഭാഗം പിടിക്കണം? പറ, ഞാൻ ആരുടെ ഭാഗം പിടിക്കണം? എന്റെ ഭാഗം പിടിക്കണം. ഈ മണ്ണിനെ, ഈ വീടിനെ, നമ്മുടെയൊക്കെ കാരണവന്മാരെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ ഭാഗം പിടിക്കണം. ഞാൻ ഇറങ്ങുക. ആ ജോലിയുടെ കാര്യം ശരിയാക്കണം. ജോണിക്കുട്ടി, ഒരു പ്രായം വരെ അപ്പനും അമ്മയ്ക്കും മക്കളുടെ പുറത്ത് അവകാശമുള്ളൂ എന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ അല്ലായിരുന്നുകൊണ്ടായിരിക്കും. ഞാനൊരു പഴഞ്ചൻ മൂരാച്ചി ക്രിസ്ത്യാനിയാണെന്ന് നിനക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അത് നേരുമായിരിക്കും. പക്ഷേ പഴമയെ പെട്ടെന്ന് അങ്ങോട്ട് തള്ളി പറയാൻ നിനക്കൊക്കത്തില്ലടാ. ഒരു പ്രായത്തിൽ തോന്നും ഒറ്റയാനാണെന്ന്. പക്ഷേ നീ ഒരു കണ്ണി മാത്രമാ, നീണ്ട ചങ്ങലയിലെ ഒരു കണ്ണി. നീ എന്നാ ചെയ്താലും അത് ആ ചങ്ങലയെ മൊത്തമായിട്ട് ബാധിക്കും. ഒത്തിരി വലിയ ഒരു ചങ്ങലയാ. എന്നെയും നിന്നേം കാളൊക്കെ വലിയ വലിയ കണ്ണികളുള്ള ചങ്ങല. അതിനെ പിടിച്ച് കുലുക്കാൻ മാത്രം വലുതായോ നീ? ആയി എന്ന് തോന്നുന്നുണ്ടേൽ അത് മറ്റേ കണ്ണികളെ പറ്റി നിനക്കറിയാത്തോണ്ടാ. അപ്പച്ചനി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ ജനിച്ച കുലവും ജാതിയും ഒക്കെ നോക്കിയേ ഒരാളെ സ്നേഹിക്കാവുള്ളൂ എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ നോക്കിയാലും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നൊരു സ്കൂളാ അപ്പച്ചനെ സംബന്ധിച്ച് മതം. അവിടുത്തെ ഹെഡ് മാസ്റ്ററാ അപ്പച്ചന്റെ ദൈവം. ഈ പറഞ്ഞ രണ്ടിനെയും അപ്പച്ചന് പേടിയാ. ആൾക്കാരെയും നാട്ടുകാരെയും അതിലും പേടിയാ. അല്ലാതെ ഇതിനോടൊക്കെയുള്ള കടുത്ത സ്നേഹത്തിന്റെ പുറത്തൊന്നുമല്ല ഈ ബന്ധം വേണ്ടാന്ന് അപ്പച്ചൻ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി തിരുത്തലുകൾ വേണം. ചിലതെല്ലാം വിശ്വാസങ്ങളല്ല, തെറ്റിദ്ധാരണകളാണ്, വെറും അബദ്ധങ്ങളാണ്. ഉറച്ചുപോയ തെറ്റായ വിശ്വാസങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നതാ കർത്താവിന് ഇഷ്ടമെന്നുള്ള ധാരണ മാറ്റണം അപ്പച്ച. അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും ആരും ക്രിസ്ത്യാനി ആവത്തില്ല. ക്രിസ്ത്യാനി പോയിട്ട് നല്ലൊരു മനുഷ്യൻ പോലും ആവത്തില്ല. ശരി, നീ പറഞ്ഞതൊക്കെ ശരി. പക്ഷേ ഇപ്പം നിന്നോട് ഞാൻ അപേക്ഷിക്കുക. ഇതുവരെ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ നീ അത് സാധിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണം. എന്നിട്ടവൻ എന്നാ പറഞ്ഞാ പോയി? എൻ്റെ ഈ സ്വഭാവം മാറ്റിയാലേ ഞാനൊരു നല്ല മനുഷ്യനാകത്തുള്ളെന്ന് എന്നെ കുറെ ഉപദേശിച്ചു. ഞാൻ എന്നതാച്ചോ ചെയ്യേണ്ടത്? നേര് പറഞ്ഞാൽ തന്നെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കത്തില്ല. ഇത് അനുഭവിച്ച് തീർക്കേണ്ടതാ. പക്ഷേ ഇത് കുറച്ച് കട്ടിയാച്ചോ. പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്നതാ ചെയ്യുക? ജോണിക്കുട്ടിക്കൊരു മനംമാറ്റം ഉണ്ടാകുകയെന്നൊന്നും പറയാനൊക്കത്തില്ല. എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായത് അവന് ഞങ്ങളെക്കാ വലുത് ഇന്നലെ വന്ന ആ ഹിന്ദു പെണ്ണാണെന്ന്. അതൊക്കെ താൻ ചുമ്മാ. അതല്ലച്ചോ, പഠിത്തം കൂടിപ്പോയതാ കുഴപ്പം. വലിയ കമ്പ്യൂട്ടറുകാരനല്ലേ, അതാ ജീവിതം എന്നാ വിചാരം. അതിനപ്പുറം ഒരു ദൈവം ഉണ്ടെന്ന് തോന്നുകയല്ല. എന്നെ ഉദ്ദേശിച്ചാച്ചോ മാമോദിസ വെള്ളം വീഴാത്തൊരു പെണ്ണിനെ. അവൻ എന്നതാ പറഞ്ഞതറിയോ? ഞാനൊരു ക്രിസ്ത്യാനിയേ അല്ലാന്ന്, ക്രിസ്ത്യാനികളൊന്നും ഇങ്ങനെ അല്ല ജീവിക്കേണ്ടതെന്ന്. കാര്യങ്ങളൊന്നും അറിയാത്ത മണ്ടനായ അപ്പന് എന്നതാ ജീവിതം എന്നുള്ളതിനെ പറ്റി മകൻ ക്ലാസ് എടുത്തു.
ആ പെണ്ണിനെ കെട്ടിയാൽ അവനങ്ങ് ജയിക്കാമല്ലോ. ജയിക്കട്ടെ അല്ലേ? പിള്ളേർ ജയിക്കുന്നതാണല്ലോ അപ്പനമ്മമാർക്ക് സന്തോഷം. ജയിക്കട്ടെ. കരഞ്ഞോണ്ട് എന്റെ നെഞ്ചത്തോട്ടൊരു വീഴ്ചയായിരുന്നു. എന്റെ ഔസേപ്പേ, എന്നാലും എന്റെ മോനെ ചെയ്തല്ലോ എന്നും പറഞ്ഞു ഞാനാകെ വല്ലാതായിപ്പോയി. ഒരു കപ്പ്യാരെന്ന നിലയിൽ ഇടവക്കാരെ ആശ്വസിപ്പിക്കേണ്ടത് എന്റെ ഒരു ചുമതലയല്ലേ? എന്നാൽ ഇങ്ങനെ ഓരോ അവസ്ഥകൾ വരുമ്പോ നമ്മളാണേലും എന്നതാ ചെയ്യുന്നേ? ഇത് ആരുടെ കാര്യം ഈ പറയുന്നേ? നമ്മളെ മത്തായച്ചന്റെ. ആ, അങ്ങേരുടെ മോനൊരു ഹിന്ദു പെണ്ണിനെ കെട്ടാൻ പോവാന്നോ കെട്ടിയെന്നോ ഏതാണ്ടൊക്കെ കേൾക്കുന്നു. ഇതിപ്പം നമ്മൾ 5 പേരല്ലാതെ 6ാമതൊരാളെ അറിയരുത്. അല്ല, മത്തായി എന്ന് പറഞ്ഞ ഇവിടുത്തെ കൺകണ്ട ദൈവമല്ലായിരുന്നോ? അനുഭവിച്ചോ? പള്ളി കമ്മിറ്റി ഫണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര വിഴുങ്ങിയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇതിപ്പം മത്തായച്ചനായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയാണ് മോനല്ലേ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ചത്. അപ്പന്റെ സ്വഭാവമല്ലേ മോനം കിട്ടത്തുള്ളൂ. ഹിന്ദു എന്ന് പറയുമ്പോൾ നായരോ അതോ? അത് ഞാൻ ചോദിച്ചില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രം നിൽക്കുന്നതുകൊണ്ട് ചോദിക്കുക. ഇയാൾ നായർ സമുദായത്തിന്റെ ചാരനല്ലെന്ന് ആര് കണ്ടു? അതെ, ഞാൻ അത്ര പുണ്യാളൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ പറയലേ, അതാ അയാൾ. എന്റെ കർത്താവേ, ദേ മത്തായിച്ചൻ വരുന്നു. തോമാച്ച, ദൈവത്തെ ഓർത്ത് അങ്ങനോട് ഇതേപ്പറ്റി ചോദിക്കാൻ പറയൂ. ഒന്നും ചെയ്യരുതേ. ഞാനാ പറഞ്ഞെന്ന് അറിഞ്ഞാൽ എന്റെ പണി പോകുവേ. ഔസപ്പേ, ഈ പുണ്യാളന്മാരെന്നൊക്കെ പറയുന്നതേ 3 തരമുണ്ട്. ഒന്ന്, നേരാമണ്ണം ഉണ്ടായി നേരാമണ്ണം ജീവിച്ച് നേരാമണ്ണം മരിക്കുന്ന ഒറിജിനൽ പുണ്യാളന്മാർ, നമ്മുടെ സെബസ്റ്റ്യാനസിനെ പോലെ. പിന്നൊന്ന്, കൊള്ളരുതായ്മ കാണിച്ച് അവസാന കാലത്ത് ദൈവത്തിലേക്ക് തിരിയുന്നവർ. അതെ. മൂന്നാമത്തെയാണ് സ്വന്തമായി രൂപക്കൂട് പണിത് അതിനകത്ത് കയറിയിരിക്കുന്നവർ. ബാക്കിയുള്ളവർ കുഴപ്പം കാണിച്ചാൽ കിടന്ന് നിലവിളിക്കുകയും ചെയ്യും. അതെ അതെ. സ്വന്തം കാര്യം വരുമ്പം നേരാമണ്ണോട്ട് ജീവിക്കത്തുമില്ല. അവരാ കള്ളപ്പുണ്യാളന്മാര്. നമ്മുടെ ഇടവേലുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ചിലരൊക്കെ കള്ളു കുടിച്ച് പാവമാണെന്ന് പറയുകയും ചെയ്യും, ജയ് ഹനുമാൻ വിളിക്കുകയും ചെയ്യും. ആ മത്തായിച്ചോ, ഒന്നിങ്ങ് വന്നേ. കണ്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങള് ചില നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ പോക്കിനെ പറ്റി. ക്രിസ്ത്യാനി പിള്ളേർ ഹിന്ദുവിനെ കെട്ടുന്നു, ഹിന്ദു മുസ്ലിമിനെ കെട്ടുന്നു, മുസ്ലിം ക്രിസ്ത്യാനിയെ കെട്ടുന്നു. വന്ന് ആരേതാന്ന് പറയാൻ പറ്റാതായി. അതെ അതെ. ആ, പൂർവീകരുടെ ചോരയുടെ കുടം കാണാതിരിക്കോ അല്ലേ? അതെ, മോന്റെ കല്യാണം കഴിഞ്ഞോ? ഉള്ളത് പറയാല്ലേ മത്തായച്ച, അങ്ങനെ ഒരു വർത്താനം കേട്ടു, അതുകൊണ്ട് ചോദിച്ചാ. ആ, ഇതിലിപ്പോ എന്നെ നാണിക്കാനിരിക്കുന്നേ. നടന്നെങ്കിൽ തന്നെ അതൊരു കൂതാശല്യോ. അല്ല, എവിടുന്നാ പെണ്ണ്? കുടുംബത്തിൽ പറഞ്ഞത് തന്നെ ആന്നോ? എടോ തോമാ, നിർത്തറോ. കുറെ നേരം ആരും നിന്ന് പ്രസംഗിക്കുന്നു, വഴി തടഞ്ഞു നിർത്തി കളിയാക്കുന്നു. ആര് കളിയാക്കി? അയ്യോ, ഞങ്ങളൊരു കല്യാണക്കാര്യം പറയായിരുന്നേ. പണിക്കരേട്ടൻ അറിഞ്ഞില്ലേ ഇയാടെ മോന്റെ കല്യാണം? നിങ്ങളുടെ ജാതിക്കാരിയായിട്ട്. നിർത്തറോ, ആളാകുന്നു. അത് തന്നെ വീട്ടില്. പണിക്കരേട്ടൻ ഇതിനകത്ത് ഇടപെടണം. ഇത് ഞങ്ങളുടെ സമുദായക്കാർ തമ്മിലുള്ള പ്രശ്നമാന്നേ. സമുദായത്തെ ഉദ്ധരിക്കുന്നൊക്കെ അങ്ങ് പള്ളിയിൽ. ഇത് പബ്ലിക് റോഡാ. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ പോലെയുള്ളവരാ ഇയാളുടെ തോന്നിയാസന് കൂട്ടു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ നേരാമണ്ണം ജീവിക്കണം. എന്നാ പോയി 2 ധ്യാനം കൂടിയിട്ട് വാ. നേരാമണ്ണം ജീവിക്കട്ടെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. താൻ മാട് മത്തയച്ച. ഒറ്റ ദിവസം കൊണ്ട് ഞാനൊരു പുറംജാതിക്കാരനായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ക്ഷോഭിക്കരുത്. വാശി കാണിച്ചുകൊണ്ട് ഒന്നും ആകില്ല. വെറുതെ കാര്യങ്ങൾ വഷളാക്കാമെന്ന് മാത്രം. പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ താൻ പറയുന്നേ? ഞാനൊരു കാര്യം പറയാം. സന്തോഷത്തോടെ 2 പേരെ. മിണ്ടരുത്. സന്തോഷത്തോടെ 2 പേരെ? എന്നാത്തിന്റെ പേരിലാടോ ഞാൻ സന്തോഷിക്കേണ്ടത്? കുടുംബത്തിൽ മതമൈത്രി വന്നതിന്റെ പേരിലോ? എടോ, ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നുമില്ല, ഇനിയൊട്ട് വീഴാനും പോകുന്നില്ല. പ്രായവും പക്വതയുള്ള 2 പേര് തമ്മിൽ ഇഷ്ടമായി. 2 പേര് ഈശ്വരനെ വിളിക്കുന്നത് 2 പേരിലായിപ്പോയി. ആ ഒറ്റ കാരണം കൊണ്ട് തോന്നിയ ഇഷ്ടം വേണ്ടെന്ന് പറയുന്നത് തെറ്റല്ലടോ. ഒറ്റ കാരണമെന്ന് താൻ പറഞ്ഞതിൽ എന്നതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാവോ? എത്ര തലമുറ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു വലിയ പാരമ്പര്യമാണ് തീരാൻ പോകുന്നേ. എടോ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ. നമ്മൾ 2 പേരും 2 ജാതിയിൽപ്പെട്ടവരാണെന്നുള്ള കാര്യം എപ്പോഴെങ്കിലും നമ്മുടെ ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടോ?
നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ട് നമ്മുടെ ഭരണത്തോടെ തീരും. അതുപോലല്ല ഇത്. മത്തായി തുടരുന്നത് ജോണിയിലൂടെയാ. കൂട്ടുകെട്ടിൽ ഇതില്ല, പക്ഷെ ചോരയിൽ ഇതുണ്ട്. ഇതിപ്പോ എന്നോട് കൂടി എല്ലാം തീരും. എന്റെ കൊച്ചുമക്കളെ പ്രസവിക്കേണ്ടത് കർത്താവിൽ വിശ്വസിക്കാത്ത ഒരുത്തിയാണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. തന്റെ കർത്താവിനെ താൻ ഒരുപാട് കൊച്ചാക്കുക, അറിയാവോ? എന്റെ വിശ്വാസം എനിക്കറിയാം. അതാരും എന്നെ പഠിപ്പിക്കണ്ട. കർത്താവിനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരികയും വേണ്ട. ഇടോ, കാലം ജോണിക്കുട്ടിയുടെയാ, അത് മറക്കരുത്. താനും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? അല്ല, ഒരച്ഛൻ എന്ന നിലയിൽ തന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അത് ജോണിക്കുട്ടിക്ക് മനസ്സിലാകണമെന്നില്ല. മത്തായിച്ച, വിശ്വാസമാകാം, പക്ഷെ അത് കടുംപിടുത്തമാകരുത്. ആദ്യം താൻ ആ കയ്യൊന്ന് അയക്ക്, എല്ലാം ശാന്തമാകും. അപ്പച്ചനൊന്നും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അമ്മച്ചി വേണം പറഞ്ഞു മനസ്സിലാക്കാൻ. അത് അമ്മച്ചി ചെയ്യുകയും വേണം. എന്റെ മോനെ, ഇതൊക്കെ നമുക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ദേ ഈ ചെറുക്കൻ പറയുന്ന കേട്ടോ, അവൻ ആ പെങ്കൊച്ചിനെ നാളെ കല്യാണം കഴിക്കാൻ പോവെന്ന്. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. എന്നെ ഇഷ്ടമാണെന്ന് ഇന്ദു വീട്ടിൽ പറഞ്ഞപ്പോ അവരതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇപ്പോ YWCയിലുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന. നാളെ 12 മണിന്നാ രജിസ്ട്രാർ ഓഫീസിൽ പറഞ്ഞിരിക്കുന്നേ. എടാ മോനെ, നമുക്ക് പള്ളി വെച്ച് നടത്താടാ. അതിന് അവള് ഹിന്ദു അല്ലേ അപ്പച്ച? അത് മാമോദീസയ്ക്കുള്ള ഏർപ്പാട് ചെയ്യാലോ. ഞാൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അതെങ്ങനെയാ അമ്മച്ചി? 10-21 കൊല്ലത്തെ വിശ്വാസവും ആചാരവും എനിക്കായിട്ട് ഇനി മുതൽ വേണ്ടാന്ന് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട അതിന് സ്വാർത്ഥം എന്നല്ലാതെ വേറൊരു പേരില്ല അപ്പച്ച. എനിക്കായി അച്ഛനെ അമ്മയെ വേണ്ടാന്ന് വെച്ചോളാ. ഇനി ഇതുകൂടി വേണ്ടാന്ന് വെക്കണമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. മാമോദീസ വെള്ളം അവളുടെ ദേഹത്ത് വീഴുമ്പോൾ അപ്പച്ചനും അമ്മച്ചയ്ക്കും ചിലപ്പോൾ സന്തോഷമാവും. പക്ഷേ അവൾക്ക് തോന്നുന്നത്, അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ കാർന്നോമാരെന്ന്, കാർന്നോമാരുടെ ശാപം വന്ന് വീഴുന്ന പോലെയാ അവൾക്ക് തോന്നുന്നെങ്കിലോ. ഈ പാരമ്പര്യം വിശ്വാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രമല്ല അപ്പച്ച, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരവരുടേത് പ്രിയപ്പെട്ടതുമായിരിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഇപ്പോഴാ. എനിക്ക് വേറെ ആരുമില്ല. അപ്പച്ചനും അമ്മച്ചിയും വരണം. ഞാൻ വരികയല്ല, എന്നെ പ്രതീക്ഷിക്കണ്ട ഒന്നിനും. ടൗണിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാനിന്ന് അവിടെ തങ്ങും. അതിൻ്റെ അടുത്ത രജിസ്റ്റർ ഓഫീസ്. കല്യാണം രജിസ്റ്റർ ഓഫീസ് വെച്ചാണെന്നേ ഉള്ളൂ. അതിനകത്തോട്ട് കയറുമ്പോഴും ഒപ്പിടുമ്പോഴും ഞാൻ മനസ്സിൽ വിളിക്കുന്നത് കർത്താവിനെ തന്നെ ആയിരിക്കും. பாக்கியம்னு சொன்னா போதும். அன்வேஷிச்ச முதல் ரெஜிஸ்டர் ஆபீஸில் இருந்து காரியங்கள் தெரிஞ்சு போச்சு. நாளைக்கு 12 மணி. ஏதாவது காரணத்தை சொல்லி இந்த கல்யாணத்தை நடத்தக்கூடாதுன்னு நான் ரெஜிஸ்ட்ரார் கிட்ட சொல்லியிருக்கு. இங்க பாருக்கா, നമ്മൾ അവളെ തിരുപ്പി കൊണ്ടുവന്ന് അൻപാ കാര്യങ്ങൾ ചൊല്ലി മനസ്സിലാക്കലാം. இந்த காலத்துல ഇതൊന്നും அவ்வளோ சீரியஸான காரியமல்லே. கொஞ்ச நாளுக்கு அப்புறம் அவளுக்கு இதெல்லாம் ஒரு தமாஷையா தோന്നിடும். எல்லாமே தமாஷை அல்ல வேணும். ராத்திரி அவ எங்க ஆக்குன்னு தெரியாது, யாரு கூட ஆக்குன்னு தெரியாது. எல்லாம் ஒரு தமாஷா பாக்குறதுக்கு
നമ്മ അவ்வளவு മോഡേൺ ആകല വേണു. അത്ര പക്വത കുറഞ്ഞോളൊന്നും അല്ലല്ലോ അവൾ. தெரியும். മറ്റാരെക്കാളും എനിക്ക് നല്ല തെരിയൻ പൊണ്ണെ. പാശ അവക്ക് നേരം പോക്കുമല്ലേ, തമാശയല്ലേ. അവളെ തിരുത്തുறதுக்கு யாராலும் ஆவாது, உன்னாலும் முடியாது. என் பொண்ணு நிம்மதியா இருக்கணும், அதுதான் என்னோட ஆசை. வேணு எப்போ வந்த? கொஞ்சம் நேரமாச்சு, நான் போறேன். பிஸியா இருக்கு. வேணு, நாளைக்கு மத்தியானத்துக்கு அப்புறம் நீ இங்க வரைக்கும் வரணும். ஒரு சடங்கு இருக்கு. என்ன சடங்கு? இங்க ஒரு மரணம் நடந்திருக்குமே, அதுக்கு வேண்ட கர்மங்கள் எல்லாம் செய்ய வேண்டும். ചിലതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. എന്ത് പെട്ടെന്നാവും വളർന്നേ. പെട്ടെന്നൊന്നുമല്ല, പെട്ടെന്നാന്ന് അപ്പന്മാർക്കേ തോന്നത്തുള്ളൂ. പിള്ളേര് വളരുന്നത് പതുക്കെ തന്നെയാ. എന്റെ കയ്യിൽ ഒതുങ്ങിയാല മത്തായിച്ചാന്നും പറഞ്ഞ് കുഞ്ഞിത്തള്ള വയറ്റാട്ടി ഇറങ്ങി വന്നപ്പോ എനിക്കുണ്ടായ ആദി. പിന്നൊരു ഓട്ടമാ പണിക്കരുടെ വീട്ടിലോട്ട്. ഇടയ്ക്ക് മുണ്ട് വേലിയെ കുടുങ്ങി വഴിയിൽ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് അങ്ങയുടെ ചടാക്ക് സൈക്കിളേല് വർഗീസ് ഡോക്ടറുടെ ഡിസ്പെൻസറി ചെന്നപ്പോ നഴ്സന്മാർക്ക് ദാണ്ട കണ്ണും പുത്തി ഓടുന്നു. കാര്യം എന്നാ? നിക്കറിട്ടുണ്ടല്ലേ ഞാൻ നിൽക്കുന്നേ. വർഗീസ് ഡോക്ടർ പറഞ്ഞു പോയി തുണി എടുത്തോണ്ട് വരാൻ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ഡോക്ടറെ, അതിനൊന്നും സമയമില്ല. ഡോക്ടർ വന്നേന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ച് സൈക്കിളിന്റെ പുറകെ ഒറ്റ പിടിപ്പീര. ഇന്നിപ്പോ വയറ്റാട്ടി തള്ളയില്ല, വർഗീസ് ഡോക്ടറും ഇല്ല. എങ്ങനാന്ന് ചോദിച്ചാ എവിടെ വെച്ചാന്ന് പറഞ്ഞാലും അവന്റെ കല്യാണമല്ലേ, പോകണ്ടേ? ഞാനില്ല. എനിക്കതൊരു കല്യാണമായിട്ട് കൂട്ടാനൊക്കത്തില്ല. ഞാൻ പൊക്കോട്ടെ, എനിക്ക് പോണമെന്നുണ്ട്. അങ്ങനുണ്ടേ പൊക്കോ. ഇഷ്ടക്കേടുണ്ടേ പറയണം, വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയല്ല. ഇല്ല, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നീ പൊക്കോ. ചെല്ലുമ്പോ അവനോടൊരു കാര്യം പറയണം. താമസിക്കാൻ വേറെ വല്ല വീടും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളാൻ. നാമം ജപിക്കുന്ന പെണ്ണിനെ ഇവിടെ വേണ്ട.